അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരം, അതിൻ്റെ ഹൃദയഭാഗത്ത് അധികം ആരും അറിയാതെ ഒരു പക്ഷി സങ്കേതം. അതാണ് ഈ മംഗളവനം. കേരള ഹൈക്കോടതി ആസ്ഥാനത്തിന് പിറകുവശത്തായി 2 ഹെക്ടറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ടൽവനമാണ് മംഗളവനം പക്ഷി സങ്കേതം. 2004 കേരള സർക്കാർ ഈ പ്രദേശത്തെ പ്രത്യേക പരിസ്ഥിതി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചു. ഒരു വൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്നത് തന്നെയാണ് മംഗളവനത്തിൻ്റെ പ്രധാന സവിശേഷത. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്ന സ്ഥാനവും മംഗളവനത്തിന് തന്നെ. ഇപ്പം ഞങ്ങളിവിടെ കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടി ഇവിടെയുള്ള വേറെ വിവിധങ്ങളായ പക്ഷികളെക്കുറിച്ചും മറ്റ് 5 ടൈപ്പ് കണ്ടലുണ്ട്, അതേക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. ഏകദേശം ഈ വർഷം 30 ക്യാമ്പുകൾ അടുത്ത് നടന്നു. ഇവർക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ഭക്ഷണം, മറ്റ് സാമഗ്രികൾ ഇതെല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ ഒരു ഷഡ്പഥ പാർക്ക് വരാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ഇതൊക്കെയാണ് ഭാവിയിൽ വരുന്നത്. 2009 ഇതൊരു പ്രകൃതി പഠന സെൻ്ററായിട്ടും പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിൽ ഇപ്പോൾ 22 ട്രെയിനിങ് സെൻറ്റേഴ്സാണ് ഉള്ളത്. അതിൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് സെൻ്ററാണ് മംഗളവനം. എടവനക്കാട് സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും മംഗളവനത്തിൽ നടന്ന ക്യാമ്പിനെക്കുറിച്ച് നമ്മളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ കൂടെയുള്ളത് KPMH ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. നേച്ചർ ക്ലബ് അംഗങ്ങളാണ് ഇവർ. പ്രകൃതിയോട് കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണ്. അവർക്ക് ഒരു 1 ഡേ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ടൽക്കാടുകളെക്കുറിച്ചും ഗ്ലോബൽ വാർമിംഗ് എന്താണ് എന്നൊക്കെ കുട്ടികൾക്ക് വളരെ വിശദമായിട്ട് ഇവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. കമ്മിങ് ജനറേഷനാണ് ഇനി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലേക്ക് ഇത് സ്ട്രെസ് ചെയ്ത് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 1 ഡേ ക്യാമ്പ് ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരുന്നു. കുട്ടികൾക്കെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 90% കണ്ടലുകൾ നിറഞ്ഞ മംഗളവനത്തിൽ കാണപ്പെടുന്ന പ്രധാന കണ്ടൽ സ്പീഷീസ് അബ്സീനിയ ഓഫ്ഷാലിസ് ആണ്. 30ഓളം സവിശേഷമായ പക്ഷിവർഗ്ഗങ്ങളും പക്ഷികളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും സഹായകരമാകുന്ന ഒട്ടനവധി ഘടകങ്ങളും ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഭീഷണികളില്ലാത്ത വനങ്ങളില്ല. മംഗളവനം പക്ഷി സങ്കേതത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. മംഗളവനത്തിൻ്റെ പരിസ്ഥിതി പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി കൂടെയുള്ളത് കേരള പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാറാണ്. വികസനത്തിൻ്റെ ഫലമായി അടുത്തു വരുന്ന ബിൽഡിങ്ങുകളുടെ ഉയരം കൂടുന്നത് അവിടെ വരുന്ന ദേശാടന പക്ഷികളുടെ വരവിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇപ്പോൾ കൂടുതലും ദേശാടന കിളികൾ ഇവിടെ വരുന്ന ദേശാടന കിളികൾ ഫോർട്ട് കൊച്ചിയിലും അതുപോലെ തന്നെ FACTയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിട്ട് പക്ഷി നിരീക്ഷകർ വിലയിരുത്തുകയുണ്ടായി. അതിൻ്റെ അടുത്ത് വരുന്ന മറ്റ് ബിൽഡിങ്ങുകളുടെയും ഉയരം നിയന്ത്രിക്കുവാനുള്ള നടപടികൾ കോർപ്പറേഷൻ കൈക്കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബഫർ സോൺ നിലനിർത്തേണ്ടതുണ്ട്. വർഷത്തിൽ 5 ലക്ഷം ഹെക്ടർ വനഭൂമി പല കാരണങ്ങളാൽ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. എറണാകുളം നഗരത്തിൻ്റെ ശ്വാസകോശമായി കരുതുന്ന മംഗളവനത്തിനും ഭീഷണികളേറെ. നീർത്തടം എന്ന രീതിയിൽ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളുമായുള്ള ബന്ധം അറ്റുപോകുന്നതിനാൽ കാലക്രമത്തിൽ മംഗളവനം ഒരു തരിശുഭൂമിയായി മാറുമോ എന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെ ആശങ്ക. നാടിൻ്റെ വികസനത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ജീവിക്കാൻ ശുദ്ധവായു വേണമെന്ന സത്യം നാം മറക്കരുത്. കാലാവസ്ഥ വ്യതിയാനത്തോട് പോരാടുവാൻ ഭൂമിക്ക് ഇത്തരം പച്ചത്തുരുത്തുകൾ ഇനിയും വേണം. പകയുണ്ട് ഭൂമിക്കു, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദേശമുണ്ട്. പകയുണ്ട് ഭൂമിക്കു, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. ഇരുകൊടും കാറ്റുകൾക്കിടയിലെ ശാന്തി തൻ ഇടവേളയാണിന്നു മർത്യജന്മം. ഇരുകൊടും കാറ്റുകൾക്കിടയിലെ ശാന്തി തൻ ഇടവേളയാണിന്നു മർത്യജന്മം. തിരയായി ധീരത്വ ശാന്തിയായി തേങ്ങലായി പതയുന്നു പുകയുന്നു പ്രകൃതിപ്പക.
അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി. കടലിൻ്റെ മാത്രമല്ല, കടലോളം രുചികളുടെ കാര്യത്തിലും കൊച്ചി റാണി തന്നെയാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ കൊച്ചിയുടെ രുചിഭേദങ്ങളിലേക്കാണ് ഈ യാത്ര. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ, ദോശയുണ്ടാക്കിയ കഥ നമ്മളെല്ലാവരും കണ്ടു. കൊച്ചിയിലെ ദോശക്കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് പൈ ബ്രദേഴ്സ് എന്നാവാതെ തരമില്ല. കേരളത്തിലെ തട്ടുകടകളിൽ പൈ ബ്രദേഴ്സ് എന്ന കട വേറിട്ട് നിൽക്കുന്നത് അവിടുത്തെ ദോശകളിലെ വൈവിധ്യം കൊണ്ട് തന്നെയാണ്. ആകെ ഒരു സാദാ ദോശയും മസാല ദോശയും പിന്നെ നെയ്റോസ്റ്റും മാത്രം തിന്ന് ശീലിച്ച കേരളീയന് പൈയുടെ 36 തരം ദോശകൾ എന്നും അത്ഭുതമാണ്. ദോശ മാത്രമാണ് നിങ്ങളുടെ സ്പെഷ്യൽ ദോശ മാത്രമേ ഉള്ളൂ. വെറൈറ്റീസ് ഓഫ് ദോശാസാണ്. ഹൈ ക്ലാസ് മുതൽ ലോ ക്ലാസ് വരെ ഇവിടെ വരാറുണ്ട്. ഫിലിം സ്റ്റാർസ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും. 36 തരം ദോശയോ എന്ന ചോദ്യവുമായി എത്തുന്നവരെ എഗ് ദോശ, 4-in-1, കാഞ്ചീപുരം, ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ, ഇങ്ങനെ പലതരം പേരുകൾ കേട്ട് അമ്പരക്കുമെന്ന് തീർച്ച. പക്ഷേ ഏതെടുത്താലും അത് ദോശ തന്നെയാവുമെന്നും രുചിയൊട്ടും കുറയില്ലെന്നുമാണ് പൈയുടെ വിജയമന്ത്രം. സ്ഥിരമായിട്ട് ഈ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അത് സ്പെഷ്യലായിട്ട് ഇവിടുത്തെ ദോശ, ഇവിടുത്തെ ആ രുചികരമായ ഭക്ഷണം ഒന്ന്. പിന്നെ വില കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതേ നിലവാരത്തിലുള്ള ഹോട്ടലിലെ വിലയെക്കാട്ടിലും കുറച്ച് കുറവാണ്. ദോശകൾ തീർത്ത രുചിവിസ്മയത്തിൽ നിന്ന് ഇനി ബിരിയാണിയുടെ പെരുമയിലേക്ക്. മലബാറിൽ കോഴിക്കോടൻ ബിരിയാണിയാണെങ്കിൽ കൊച്ചിക്കാർക്ക് പ്രാധാന്യം കായിസ് ബിരിയാണിയാണ്. അരനൂറ്റാണ്ടിലേറെയായി കായിസ് ബിരിയാണി ചെമ്പുകൾ കൊച്ചിയുടെ നാവുകൾക്ക് വേണ്ടി നിറഞ്ഞൊഴിയുന്നു. കൊച്ചിക്കാർക്ക് ബിരിയാണി എന്നാൽ കായിസാണ്, കായിസ് എന്നാൽ ബിരിയാണിയും. കായിസ് ബിരിയാണി രുചി തേടി കടൽ കടന്നുപോലും ആളുകളെത്തുന്നു. വിഖ്യാത ചിത്രകാരൻ MF ഹുസൈൻ്റെ മനസ്സിനെ കീഴടക്കിയ ചരിത്രമാണ് കായിസ് ബിരിയാണിക്കുള്ളത്. വേറിട്ട ഒരു രുചിയാണ്. ബിരിയാണിയുടെ തനതായ ഒരു രുചി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നും. ഇങ്ങനെ കൊച്ചിക്കാരുടെ ബിരിയാണി സങ്കല്പങ്ങളുടെ അവസാന വാക്കായി മാറുകയാണ് എറണാകുളത്തെ കായിസ്. ബിരിയാണി വിശേഷങ്ങളിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല കൊച്ചിയിലെ സ്വാദിന്റെ ലോകം. ഇനി നമുക്ക് നാവിനെ കൊതിപ്പിക്കുന്ന മീൻരുചികളിലേക്ക് പോകാം. കൊച്ചിക്കാർക്ക് കായൽ പോലെ പ്രിയപ്പെട്ടതാണ് മീനും. വ്യത്യസ്ത മീൻ വിഭവങ്ങൾ ഒരുക്കി നമുക്കായി കാത്തിരിക്കുന്ന കൊച്ചിയിലെ ദിവാൻസ് റോഡിലുള്ള മീൻ രുചി ഭക്ഷണശാലയിലേക്കാണ് ഈ യാത്ര. മീൻ രുചികളിലെ വൈവിധ്യമാണ് മീൻ രുചി എന്ന ഈ കടയുടെ പ്രത്യേകത. കൊച്ചിയിലെ തിരക്കുകളിൽ കടൽ കായൽ വിഭവങ്ങളുടെ വിശാലമായ രുചികളിലേക്കാണ് മീൻ രുചി ഭക്ഷണപ്രേമിയെ ക്ഷണിക്കുന്നത്. ഫിഷ് ഫ്രൈ, കൊഞ്ചു റോസ്റ്റ്, കക്ക ഫ്രൈ, കരിമീൻ മസാല, അങ്ങനെ നാവിലൊരു കപ്പൽ ഓടിക്കാനുമുണ്ട് വിഭവസമൃദ്ധി. ഹോട്ടലിന് മുന്നിലെ കൃത്രിമ ജലാശയത്തിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന മത്സ്യത്തെ പാകപ്പെടുത്തി നൽകുന്നുവെന്ന പ്രത്യേകതയും മീൻ രുചിക്കടയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന പെരുമയാണ്. കൊച്ചിയുടെ രുചിമുകുളങ്ങൾ തേടിയുള്ള ഒരു യാത്രയായിരുന്നു ഇത്. നാവിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന ഈ രുചിഭേദങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ചെറിയൊരു ഇടവേള മാത്രം. നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ, ചൂടച്ചോരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ, മുളം കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി.
കൊച്ചിയുടെ മുഖമാണ് കാക്കനാട്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജില്ലയുടെ വികസന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടം. 10 വർഷങ്ങൾക്ക് മുമ്പ് ആർക്കും പ്രതീക്ഷിക്കാനാവാത്ത മാറ്റം. ഇൻഫോ പാർക്ക്, സെസ്, മുത്തൂറ്റ് മെട്രോപോളിസ് തുടങ്ങിയ IT വ്യവസായ കേന്ദ്രങ്ങളിൽ തുടങ്ങി സ്മാർട്ട് സിറ്റി വരെ എത്തി നിൽക്കുന്നു കാക്കനാടിൻ്റെ വികസന സ്വപ്നങ്ങൾ. ഭരണസിരാ കേന്ദ്രമായ കലക്ട്രേറ്റ്, ജില്ലാ പഞ്ചായത്ത് ഓഫീസ്, ജില്ലാ PSC ഓഫീസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന കാക്കനാട് തന്നെയാണ് ജില്ലയുടെ ഔദ്യോഗിക തലസ്ഥാനവും. ഗതാഗതക്കുരുക്ക് കൊച്ചിയിലെ നിത്യകാഴ്ചയാണ്. നോർത്ത് മേൽപ്പാലം പുതുക്കി പണിയുമ്പോൾ ഈ കുരുക്ക് മുറുകാനേ സാധ്യതയുള്ളൂ. പണ്ട് ഇത്രയും തിരക്കില്ല. ഇപ്പോൾ ഇൻഫോ പാർക്കും ഇതൊക്കെ തുടങ്ങിയ കാരണം ഈ റോഡും വീതിയില്ല. ഭയങ്കര തിരക്കാണ് ഇപ്പോൾ കാലത്തും വൈകുന്നേരവും. കേരളം ഏറെ പ്രതീക്ഷ അർപ്പിച്ച മെട്രോ റെയിൽ പദ്ധതി സാധ്യമായാൽ തന്നെ കാക്കനാടിന് അതിൻ്റെ പ്രയോജനം ലഭിക്കില്ല. എന്നാൽ ചമ്പക്കര വഴിയുള്ള ജലപാത യാഥാർത്ഥ്യമായാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും. ഏറ്റവും കൂടുതൽ ജലഗതാഗത സാധ്യതയുള്ള നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി. എന്നാൽ അതിനെ ഇനിയും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സമയലാഭം, ധനലാഭം, താരതമ്യേന കുറഞ്ഞ മലിനീകരണം എന്നിവ ജലഗതാഗതത്തിന്റെ ഗുണങ്ങളാണ്. എന്നാൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബോട്ടുകൾ ലഭ്യമാക്കുക, അവയെ മികച്ച രീതിയിൽ പരിപാലിക്കുക എന്നിവ ശ്രമകരമായ പ്രവർത്തനങ്ങളാണ്. ഈ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സീനിയർ ടൗൺ പ്ലാനറായ ഗോപാലകൃഷ്ണൻ സാർ, കൊച്ചിയുടെ ഒരു പ്രകൃതി രമണീയത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബാക്ക് വാട്ടേഴ്സും കനാൽസുമായി ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് വാട്ടർ ട്രാൻസ്പോർട്ടിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരു 8 വർഷമായി തോന്നുന്നു. അതിന് മുമ്പ് നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് ഒരു താല്പര്യമെടുത്തൊരു ബോട്ട് സർവീസ് കാക്കനാട്ടേക്ക് തുടങ്ങിയിരുന്നു. പക്ഷേ അത് പിന്നീട് അത് ഇപ്പം അത് റൺ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അത് പ്രൈവറ്റ് പാർട്ടിസിപ്പൻ്റായിരുന്നു തോന്നുന്നത് നടത്തിയത്. പക്ഷേ എന്തുകൊണ്ടും അത് പരാജയപ്പെട്ടു. അതിൻ്റെ റീസൺസ് നമ്മൾ തീർച്ചയായിട്ടും അസർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അസർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ചാനലുകൾ നമ്മൾ ഉപയോഗിക്കണം. അതുള്ള ചാനലുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എറണാകുളത്ത് നിന്നും ഇൻഫോ പാർക്കിലേക്ക് 30 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട 7ഓളം സ്ഥലങ്ങൾ പിന്നിടേണ്ടതായുണ്ട്. ഈ പ്രദേശങ്ങളിൽ ആധുനിക സംവിധാനമുള്ള ജെട്ടികൾ ഒരുക്കുക എന്നതാണ് അധികാരികളുടെ മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. തേവര ഭാഗങ്ങൾ നിലവിൽ ജലഗതാഗതത്തിന് യോഗ്യമാണ്. എന്നാൽ ചെലവന്നൂർ, തൈക്കൂടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡ്രഡ്ജിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. വള്ളംകളിക്ക് പ്രശസ്തമായ ചമ്പക്കരയും ഈ ജലപാത കടന്നുപോകുന്ന ഒരു പ്രധാന പ്രദേശമാണ്. ഇരുമ്പനം ഭാഗത്ത് ചിത്രപ്പുഴയുടെ കുറുകെയുള്ള എണ്ണ പൈപ്പ് ലൈനുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. എങ്കിലും മികച്ച ആസൂത്രണത്തോടെയും ഇച്ഛാശക്തിയോടെയും പ്രവർത്തിച്ചാൽ ജലഗതാഗതം, വിനോദസഞ്ചാരം, ചരക്ക് ഗതാഗതം എന്നീ 3 മേഖലയിലും കാക്കനാടിന് ഏറെ ആശ്രയിക്കാവുന്ന പദ്ധതിയാവും ഇത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാർ എൽദോസ് ഇവിടെയുണ്ട്. എറണാകുളം പട്ടണത്തിൽ ഓരോ ദിവസവും ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. റോഡിൽ നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ പുതിയ ഒരു ഗതാഗത മാർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജലഗതാഗതത്തിന് ഏറെ പ്രസക്തി, പ്രാധാന്യം ഈ ജില്ലയിലുണ്ട്. ഇപ്പോൾ എറണാകുളം മുതൽ കാക്കനാട് വരെ എത്തുന്ന ജലപാത അത് ഉടനെ പൂർത്തിയാക്കുകയാണെങ്കിൽ ഒരുപാട് യാത്രാ കുരുക്കുകൾ പരിഹരിക്കുവാൻ ഈ ജില്ലയ്ക്ക് കഴിയും. FACTയിലേക്ക് സൾഫർ കടത്താൻ ഉപയോഗിക്കുന്ന ബാർജാണിത്. നിലവിൽ ഇത്തരം ബാർജുകളും ചെറുവള്ളങ്ങളും മാത്രമാണ് ഈ ജലപാത ഉപയോഗപ്പെടുത്തുന്നത്. ബാർജുകൾ പോലുള്ള വലിയ ജലവാഹനങ്ങൾക്ക് കടന്നുപോകാമെങ്കിൽ ഈ പാത ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും ലാഭകരമായി ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ റോഡ് ഗതാഗതത്തിന് സമാന്തരമായി മറ്റൊരു സംവിധാനം ഉണ്ടാകുന്നത് ജനങ്ങൾക്കും ഏറെ ആശ്വാസമാകും. ഈ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഇതിലെ യാത്രക്കാരിൽ വിനോദസഞ്ചാരികളുണ്ട്, പതിവ് യാത്രക്കാരുമുണ്ട്. റോഡ് യാത്രകൾ ദുരിതമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ജലഗതാഗതത്തിൻ്റെ സാധ്യതകളെ ഓർമ്മിപ്പിക്കുകയാണിവർ. ഇതുപോലൊരു യാത്ര സ്വപ്നം കാണുകയാണ് കാക്കനാട്.
കുളിരിടും മൊഴിയുമായി അരികിലോ നീ വന്നു മെല്ലെ. നിൻ തളിരിളം വിരലുകൾ മൃദുലമായി പുൽകുന്നു എന്നെ. തൂവൽ പീലി പോൽ മാറിലൊരുമ്മിയ സ്നേഹം നീയല്ലേ. നീ അകന്നുവെന്നാൽ നീറും ഉള്ളം വല്ലാതെ.
സ്വർണത്തിൻ്റെ തിളക്കം ജീവിതത്തിന് ഇരുട്ടാകുമ്പോൾ നാം എന്നാണ് സത്യത്തെ തിരിച്ചറിയുക? ऐसी उलझी नजर उनसे हटती नहीं, दांत से रेशमी डोर कटती नहीं। उम्र कब की बरस के सफेद हो गई, कारी बदरी जवानी की छटती नहीं। वल्लाह ये धड़कन बढ़ने लगी है, चेहरे की रंगत उड़ने लगी है। डर लगता है तन्हा सोने में जी, दिल तो बच्चा है जी, दिल तो बच्चा है जी, थोड़ा कच्चा है जी, दिल तो बच्चा है जी। ऐसी उलझी नजर उनसे हटती नहीं, दांत से This is my love story. ഒരു തന്നെ തെറ്റുവിട്ടു, അവളെന്നെ ഞാനായിരുന്നു. അവൾ തന്നെ കണ്ടപ്പോൾ അവന്റെ കൂടെ പോയി, അവളെന്നെ തെറ്റുവിട്ടു. ഞാനത് തെറ്റാണെന്തോ ചെയ്ത എന്നെ തെക്കാൻ വേണ്ടി എന്നെ കളഞ്ചല്ലോ. അവളെന്നെ തെറ്റുവിട്ടു, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, എനിക്ക് എന്റെ ജീവനായിരുന്നു. എന്നിട്ടും തെച്ചുട്ടിച്ചു, അവളെന്നെ തെറ്റുവിട്ടു. എന്നെ പെട്ടിച്ചിട്ടു, എന്നെ വെളുപ്പിച്ചിട്ടു, എന്നെ സ്റ്റിക്കറാക്കി, അവളെന്നെ തെറ്റുവിട്ടു. ഓ ഫക്ക് മാൻ, ഒരു ദിവസം ഒരു തന്റെ സ്കാർപ്പിൽ കയറി ഒരു ഹാഡ് ഇട്ടേക്കുന്ന ഒരു ഗാനെ കണ്ടു. ഞാൻ അപ്പോൾ തന്നെ അവളെ ആഡ് ചെയ്ത് മിണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ചീറ്റോ പിന്നെ യാഹു. അങ്ങനെ മച്ച കമ്പനി അടിച്ചു. അവളുടെ അനിയനും വന്നു ആഡ് ചെയ്തു. അവനും ഓളപ്പം കമ്പനിയായി മാറി. എന്റെ നമ്പർ പിന്നെ ചോദിച്ചു, ഞാൻ അപ്പോൾ കൊടുത്തു. അപ്പോൾ ആരെയോടെ my love story. ഒരു തന്നെ തെറ്റുവിട്ടു, അവളെന്നെ ഞാനായിരുന്നു. അവൾ തന്നെ കണ്ടപ്പോൾ അവന്റെ കൂടെ പോയി, അവളെന്നെ തെറ്റുവിട്ടു. ഞാനത് തെറ്റാണെന്തോ ചെയ്ത എന്നെ തെക്കാൻ വേണ്ടി എന്നെ കള love story. ഒരു തന്നെ തെറ്റുവിട്ടു, അവളെന്നെ ഞാനായിരുന്നു. അവൾ തന്നെ കണ്ടപ്പോൾ അവന്റെ കൂടെ പോയി, അവളെന്നെ തെറ്റുവിട്ടു. ഞാനത് തെറ്റാണെന്തോ ചെയ്ത എന്നെ തെക്കാൻ വേണ്ടി എന്നെ കളഞ്ചല്ലോ. അവളെന്നെ തെറ്റുവിട്ടു, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, എനിക്ക് എന്റെ ജീവനായിരുന്നു. എന്നിട്ടും തെച്ചുട്ടിച്ചു, അവളെന്നെ തെറ്റുവിട്ടു. പറ്റി തിരക്കി, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവളുടെ പാനം ഇവക്ക് വേറൊരുത്തനുമായിട്ടും ബന്ധമുണ്ടെന്ന്. അങ്ങനെ അവൾ എന്നെ തേച്ചുട്ടിച്ചു, ശശിയാക്കി മാറ്റിയല്ലോ. ഞാനായിരുന്നു. അവൾ തന്നെ കണ്ടപ്പോൾ അവന്റെ കൂടെ പോയി, അവളെന്നെ തെച്ചുവിട്ടു. ഞാനത് തെറ്റാണെന്തോ ചെയ്ത എന്നെ തെക്കാൻ വേണ്ടി എന്നെ കളഞ്ചല്ലോ. അവളെന്നെ തെച്ചുവിട്ടു, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, എനിക്ക് എന്റെ ജീവനായിരുന്നു. എന്നിട്ടും തെച്ചുട്ടിച്ചു, അവളെന്നെ തെച്ചുവിട്ടു. എന്നെ പെട്ടിച്ചിട്ടു, എന്നെ
വെളുപ്പിച്ചിട്ടു എന്നെ സ്റ്റിക്കറാക്കി അവൾ എന്നെ തേച്ച് വിട്ടു. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോ നമുക്ക് മാത്രം എന്താവാ അല്ലേ?